ഇദ്ദേഹം എൻ്റെ ഒപ്പം പേരാമ്പ്ര സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്തു. PD പൗലോസ് മാസ്റ്റർ, കുട്ടിമാഷ് എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുക. പേരാമ്പ്രയാണ് വീട്. ഇദ്ദേഹം ജോസ് വടക്കൻ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ്. INTUCയുടെ നേതാവുമാണ്. പുറമെ രാഷ്ട്രീയപരമായിട്ട് വലിയ ഗൗരവത്തിൽ പ്രസംഗിക്കുമെങ്കിലും ഞാൻ തൊട്ടടുത്ത ക്ലാസ്സിലായിരുന്നു 4-ൽ. വളരെ തന്മയത്തോടെ ഞങ്ങൾ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേരെ ശരിക്കും ബോധവാന്മാരാക്കത്തക്ക രീതിയിൽ തന്മയത്വമായിട്ട് കുറേ നർമ്മരസമൊക്കെ കലക്കി ആൾ ക്ലാസ് എടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത പുള്ളിക്കുണ്ട്. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഈ രാഷ്ട്രീയ സ്റ്റൈലോ അല്ലെങ്കിൽ ഗൗരവമോ ഒന്നുമില്ല. ഞാനൊക്കെ ഇയാളെ മാഷ് കാണുന്ന കാലത്ത് കണ്ണീരിൻ്റെ പുത്രിയില്ലേ, കണ്ണീരിൻ്റെ പുത്രിയിൽ നാടകം അഭിനയിക്കും. അതിൽ മാഷ് ശങ്കരൻ എന്നാണ്, ചക്കി. അപ്പം ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആളെ കളിയാക്കും, ശങ്കര എന്ന് പറഞ്ഞു. അപ്പോൾ മാഷൊന്നും ചിരിക്കുള്ളൂ, ഗൗരവമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ അന്ന് കേരള കോൺഗ്രസ്സിൽ ഞാൻ 68-ലാണ് മാഷ് എനിക്ക് മെമ്പർഷിപ്പ് വന്നത്. ഇപ്പോഴും സന്തോഷമുള്ളത് മന്ത്രിക്ക് ആവണ അവസരത്തിൽ അവസരത്തിലൊക്കെ ഞാൻ കൂടെ ചെന്നില്ലെങ്കിൽ തന്നെ എന്നെ വിളിക്കുകയാണ്, കുട്ടീനെ വിളിക്കുകയാണ്, കുട്ടി കയറ്. അങ്ങനെ ഏത് ഉന്നതിയിൽ ചെല്ലാകുമ്പോൾ അവിടെയൊക്കെ എന്നെ കൊണ്ട് കാണിക്കും. അപ്പോൾ നിയമസഭയിലായാലും അതിൽ താമസിക്കുന്ന റെസ്റ്റ് ഹൗസിലേക്കായാലും എന്നെ കൂടെ കൊണ്ടുപോകും. നമ്പാട മാഷെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ചിരിക്കാനും ചിന്തിപ്പിക്കാനും നമ്പാടൻ മാഷിൻ്റെ പ്രസംഗമാണ് എന്നെ വളരെയധികം ആകർഷിച്ച ഒരു ഘടകം. നമ്പാടൻ മാഷ് പറയുമ്പോൾ അതിനകത്ത് വളരെ ശക്തമായ കാര്യങ്ങളുണ്ടാകും. അത് എവിടെ വേണമെങ്കിലും, അച്ഛനായാലും കൊള്ളാം, കപ്പ്യാരായാലും കൊള്ളാം, എവിടെ വച്ചും നമ്പാടൻ മാഷ് തുറന്നു പറയും. അപ്പം നമ്പാടൻ മാഷെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തുറന്നു പറയേണ്ട നേരത്ത് പറയുമ്പോൾ ചിലപ്പോൾ തമാശ രൂപത്തിലാവും, പക്ഷേ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വലിയൊരു സത്യം ഉണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരുപാട് നല്ല ബന്ധങ്ങൾ ആൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കില്ലാത്ത, അതായത് മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാനും നാട്ടിൽ ആരായാലും ഒരേപോലെ കാണാനുള്ള ഒരു മനസ്സ്, ആ നല്ലൊരു മനസ്സ് മാഷക്കുണ്ട്. മാഷക്ക് നമ്പാടൻ മാഷ് തന്നെ പകരത്തിനുള്ളൂ, വേറൊരു മാഷില്ല. മാഷെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, മാഷ് തൃശ്ശൂർ സമരത്തിന് പോയിട്ട് ഒരു അടി കിട്ടിയ കാര്യമാണ് പുറത്ത്. അതിൻ്റെ പാട് ഇങ്ങനെ ഒരു പപ്പടം വട്ടത്തിലുണ്ടായിരുന്നു. സ്കൂളിൽ വന്ന എല്ലാവരും ഇങ്ങനെ കാട്ടി തന്നു മാഷ്. അതുപോലെ തന്നെ ഒരു ദേവി ഓഫീസിൽ വെച്ചിട്ട് തൊഴിലാളികളുടെ ഒരു പ്രശ്നത്തിൽ ഒരു സമരത്തിൻ്റെ കാര്യം പറഞ്ഞ് അവിടെ വെച്ച് മാഷ് അടുത്ത കയ്യിൽ ബ്ലേഡ് എടുത്തൊരു വരച്ച് 10-27 തുന്നലിട്ട് ഞങ്ങളൊക്കെ പിറ്റേ ദിവസം വന്നപ്പോൾ കാണിച്ചു തന്നു. എന്തൊക്കെയാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞത് പണ്ടൊക്കെ ഉണ്ടായ കാര്യങ്ങൾ. മാഷെ അടുത്ത ക്ലാസ് തന്നെയായിരുന്നു ഞാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ ഉണ്ടെന്നായാലും മാഷ് വന്ന് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അടി കിട്ടിയത് പട്ടാളം റൂട്ടിൽ വെച്ചാ ഒരു ബന്ദിനോടനുബന്ധിച്ച് പ്രകടനം നടത്തിയതിന് കിട്ടിയതാണ്. ഈ ഇടത്തെ ഭാഗത്ത് നോക്കി ഒരു ലാത്തിയടി കിട്ടി. പിന്നെ കൈ കീറിയത് ഇതാണ്, ആ പാട് പോയില്ല. ടൗൺ ഹാളിൽ വെച്ച് ബ്ലേഡ് കൊണ്ട് കൈ കീറിയതാണ്. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അതൊക്കെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നതാ. ഇദ്ദേഹം ML പോള്, മൂക്കണാമ്പറമ്പൻ എന്നാണ് വീട്ടുപേര്. അദ്ദേഹത്തിൻ്റെ അപ്പൻ ലോനപ്പനുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. എൻ്റെ ഒപ്പം ഈ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനാണ്. ടീച്ചർ PA സാറാമ്മ, അദ്ദേഹത്തിൻ്റെ ഭർത്താവ് KD ജോൺ കടവി. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരുമാണ്, ഒരുമിച്ച് പഠിപ്പിച്ചവരുമാണ്. ഇവർ രണ്ടുപേരും ഈ സ്കൂളിലെ ടീച്ചേഴ്സായിരുന്നു. അവർ രണ്ടുപേരും റിട്ടയർ ചെയ്തു. പേരാമ്പ്ര സെൻറ്റ് ആൻ്റണീസ് പള്ളിയിലെ വികാരിയാണ് ഫാദർ ജോണി മേനാച്ചേരി. അച്ഛനായിട്ട് മുൻപേ വളരെ അടുപ്പത്തിലാണ്. ഇപ്പോൾ ഇടവക വികാരി എന്നുള്ള നിലയിൽ കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇടവക വികാരിയായിട്ട് വന്നപ്പോഴാണ് കൂടുതൽ മാഷ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനിച്ചു വളർന്ന നാട്, പഠിച്ചു വളർന്ന സ്കൂള്, അതിനേക്കാൾ ഉപരി മാഷ ചെറുപ്രായം മുതൽ ഈ പള്ളി കോമ്പൗണ്ടിലെ സ്റ്റേജിലാണ് പലതരത്തിലുള്ള ഡ്രാമകൾ, കലാപരിപാടികളൊക്കെ
നടത്താനും അതിന് നേതൃത്വം നൽകാനും സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ മാഷ്ക്ക് വളരെയേറെ സാധിച്ചിട്ടുണ്ട്. പേരാമ്പ്ര സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപികയാണ് MK മറിയം. പോട്ടയിലെ മേരി ടീച്ചർ എന്നാണ് എല്ലാവരും പറയുക. ടീച്ചർ 18 വയസ്സുള്ളപ്പോഴാണ് പേരാമ്പ്ര സ്കൂളിൽ ടീച്ചറായിട്ട് വരുന്നത്. ടീച്ചർ 18 വയസ്സിൽ അവിടെ പഠിപ്പിക്കാൻ വരുമ്പോൾ അവിടുത്തുകാർക്കൊക്കെ ഒരു പുതുമയാണ്. എല്ലാവരും അത്ഭുതത്തോടു കൂടിയാണ് ടീച്ചറെ കണ്ടിരുന്നത്. മാഷെ പോലെ കുറേ കുസൃതികളുണ്ടായിരുന്നു. അവർ സ്ക്രീൻ ഇങ്ങനെ കെട്ടി ഇട്ടേക്കാണ്. ആ സ്ക്രീനിൻ്റെ പുറകിൽ നിന്നിട്ട് എന്നെ കളിയാക്കി ചിരിക്കും. സാരി ഉടുക്കാൻ കൂടി അറിയാൻ പാടില്ലാത്ത ആളാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നേക്കുന്നത് എന്ന് പറയും. അങ്ങനെ എന്നെ കളിയാക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പലർക്കും തോണ്ടുകയും ചെയ്യും. അങ്ങനത്തെ സൂത്രങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ അന്ന് ഷർട്ട് മുണ്ടൊന്നും അല്ല അന്നത്തെ ഡ്രസ്സ്. ഓരോരുത്തരും മുണ്ട് മാത്രം കൊടുത്തിട്ടേ സ്കൂളിൽ വരുള്ളൂ. ഷർട്ടുണ്ടായിരുന്നില്ല. ഷർട്ടില്ല. പെൺകുട്ടികൾ ഒരു ഷർട്ടേ ഒരു മുണ്ടും. അങ്ങനെ അതിട്ടിട്ടാണ് അവർ വരിക. മാഷ് അവിടെ ഒരു മാഷായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല. മാഷായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി. ആളുകൾ നല്ല സ്മാർട്ട്, കുട്ടികളോടൊക്കെ വളരെ സ്നേഹം, വേണ്ട വിധത്തിലൊക്കെ അവരെ സഹായിക്കൽ, എല്ലാ വിധത്തിലും മാഷ് ഞങ്ങൾക്കൊരു നല്ല സഹായിയായിരുന്നു. രാഷ്ട്രീയമായിട്ടും സ്കൂൾ കാര്യങ്ങളിലും എല്ലാം മാഷ് ഞങ്ങൾക്കൊരു നല്ല സഹായിയായിരുന്നു. പരമാവധി ഒരു പഞ്ചായത്ത് മെമ്പറാവാൻ മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത്. 980 ആദ്യമായി മന്ത്രിയാകുന്നത്. MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട് തിരുവനന്തപുരത്ത് പോയി. അപ്പോഴാണ് മന്ത്രിയാകാൻ ഉള്ള പാർട്ടി തീരുമാനം അറിയിക്കുന്നത്. അപ്പോൾ നല്ല ഷർട്ടും മുണ്ടുമില്ല. അന്ന് തന്നെ മടങ്ങിപ്പോരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തിരുവനന്തപുരത്ത് പോയത്. പിറ്റേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യണം. അപ്പോഴാണ് ചാലക്കുടിയിൽ നിന്നും വിജയിച്ച അഡ്വക്കേറ്റ് PK ഇട്ടൂപ്പ് അദ്ദേഹം എന്നെ വിളിച്ചു കൊണ്ടുപോയി തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിലുള്ള കൃഷ്ണ സ്റ്റോഴ്സ് എന്ന തുണിക്കടയിൽ നിന്ന് 75 രൂപ കൊടുത്ത് ഒരു റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങി തന്നു. ഞാൻ ആദ്യമായി റെഡിമെയ്ഡ് ഷർട്ട് ഇടുന്നത് ആ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയാണ്. രണ്ടും കോടിയായാൽ ജനങ്ങൾ നമ്മെ മോശമായി കാണും എന്നതുകൊണ്ട് മുണ്ട് അദ്ദേഹം എനിക്ക് തന്നു. അതൊരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമാണ്. രണ്ടാമത്തെ അനുഭവം 1982 മാർച്ച് മാസം 15-ാം തീയതി, മീനമാസം 1-ാം തീയതി. അന്നാണ് കരുണാകരൻ്റെ കാസ്റ്റിംഗ് മന്ത്രിസഭയെ ഒറ്റയ്ക്ക് ഒരു തുണ്ട് കടലാസും ഒരു തുള്ളി മഷിയും ഉപയോഗിച്ച് 1 മിനിറ്റ് കൊണ്ട് മറിച്ചിട്ടത്. അതും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമാണ്. മൂന്നാമത്തെ സംഭവം, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച വാർത്ത കേട്ടപ്പോഴാണ്. 25 കൊല്ലക്കാലമായി ഇടതുപക്ഷം ജയിക്കാത്ത മുകുന്ദപുരം മണ്ഡലത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി, അതും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചപ്പോൾ, അതും 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ ഉണ്ടായ ആ ഞെട്ടൽ ഇപ്പോഴും തീർന്നിട്ടില്ല. ഈ 3 സംഭവങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ അവിസ്മരണീയങ്ങളായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ, കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ് ഒരു സ്കൂൾ അധ്യാപകൻ മന്ത്രിയാകുന്നത്, അതും ഞാനാണ്. എൻ്റെ വിജയത്തിന് പ്രധാനമായ കാരണം ഞാൻ കാണുന്നത് ലളിത ജീവിതവും മിതവ്യയവും കഠിനാധ്വാനവും ഈശ്വര ചിന്തയുമാണ്.